നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സൗദിയും ഇസ്രയേലും തമ്മിൽ ഇടയുന്നു. സൗദി ഭരണകൂടത്തിന് നേരെ വാളെടുത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ ജനങ്ങളെ വേരോടെ പിഴുതെടുത്ത് സൗദിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കണം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനെതിരെ നെതന്യാഹുവിന് നേരെ കൊലവിളിയുമായി സൗദി രംഗത്ത് വന്നു. ഗാസ വിഷയത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ കണക്ക് കൂട്ടുന്നത് എന്തൊക്കെയാണ്? അറബ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നീക്കത്തിലേക്ക് അമേരിക്കയും ഇസ്രയേലും എത്തുമോ എന്ന ഭയമാണ് അവരെ വേട്ടയാടുന്നത്. ഇതോടെ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അടിയന്തര ചർച്ച പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദോഹയിൽ ചർച്ചയുണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഗാസ വിഷയമാണ് ഏറ്റവും പ്രധാനമായി അറബ് രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഗാസയിലുള്ളവരെ ജോർദാനിലേക്ക് മാറ്റണമെന്ന് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സൗദിയിലേക്ക് ഇവരെയെല്ലാം ഉടൻ തന്നെ എത്തിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. എന്താണ് ഗാസ വിഷയത്തിൽ ഇവരുടെ പ്ലാനിങ്? അതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ ജനതയെ എങ്ങോട്ടും പിഴുതു മാറ്റാമെന്ന് ആരും കരുതണ്ട എന്നും അവർ ഗാസയിൽ തന്നെ ഉണ്ടാകും എന്നാണ് സൗദിയുടെ മറുപടി. ഏതായാലും ജോർദാൻ ഇപ്പോൾ അവരുടെ അതിർത്തികളെല്ലാം അടച്ച് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഒരു വേള ട്രംപ് എങ്ങാണം ഇനി ഗാസയിലുള്ളവരെ എല്ലാവരെയും അങ്ങ് ജോർദാനിലേക്ക് കയറ്റി വിടുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നു. അങ്ങനെ അറബ് രാജ്യങ്ങളെ എല്ലാവരെയും ഇപ്പോൾ ഒരു വട്ടത്തിലിട്ട് കറക്കുകയാണ് നെതന്യാഹുവും ട്രംപും ചേർന്ന്. എന്നാൽ കൃത്യമായ ഒരു നിലപാട് ഇരുവരും പറയുന്നതുമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി ഖത്തറിനൊരു വലിയ ഭീതിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതായത് ഹമാസ് ഭീകരരെ എല്ലാവരെയും സംരക്ഷിച്ചത് ഖത്തറാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പ്രധാനമായും ഹമാസിന്റെ തലവന്മാർ എല്ലാവരും സുഖജീവിതം നയിച്ചിരുന്നത് ഖത്തറിലാണ്. ട്രംപ് ഖത്തറിനിട്ട് പണിയുമോ എന്നാണ് ഖത്തർ ഭരണകൂടത്തിന്റെ ഭയം. അതുമാത്രമല്ല, ഹമാസിന്റെ താവളങ്ങളെല്ലാം തന്നെ ഖത്തറിൽ നിന്ന് പൊളിച്ച് നീക്കണമെന്നും ഇവരുടെ സമ്പാദ്യമെല്ലാം കണ്ടുകെട്ടണം എന്നുള്ള നീക്കത്തിലേക്കൊക്കെ കടുംപിടുത്തവുമായി അമേരിക്ക പോയാൽ ഖത്തറിന് അതനുസരിക്കേണ്ടി വരും. ഈ ഒരു ഘട്ടത്തിൽ ഖത്തറിന്റെ ഭാവി എന്താകും എന്നത് മറ്റൊരു ചോദ്യം. അങ്ങനെ അറബ് രാജ്യങ്ങൾക്കിപ്പോൾ കാലക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സൗദി വിഷയത്തിൽ, അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് ഇതുവരെ പ്രതികരിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ല. ഗാസക്കാരെ എല്ലാവരെയും സൗദിയിൽ എത്തിക്കണം എന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ സ്റ്റേറ്റ്മെന്റിനോട് ട്രംപ് പ്രതികരിക്കില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. കാരണം സൗദിയുമായി വളരെ നയതന്ത്രപരമായി മുൻപോട്ട് പോകുന്ന രാജ്യമാണ് അമേരിക്ക. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ കാലത്താണ് സൗദിയുമായി പല കരാറുകളിലും ഏർപ്പെട്ടതും. കൂടാതെ സൗദി സമ്പന്ന രാജ്യമാണ്, അതൊരു ഖനിയാണ് എന്ന് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ട് സൗദിയെ പിണക്കുന്ന നീക്കത്തിലേക്ക് ട്രംപ് കടക്കില്ല എന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. പക്ഷേ നെതന്യാഹുവിന്റെ വായിൽ നിന്ന് വീണ ഈ വാക്ക് അത് ട്രംപിനൊരു തിരിച്ചടിയുമാണ്. ഏതായാലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയാണ് സൗദിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ സൗദികൾക്ക് കഴിയും എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത്. സൗദിക്ക് അവിടെ ധാരാളം സ്ഥലമുണ്ട്. ചാനൽ 14 നൽകിയ അഭിമുഖത്തിലായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ വിവാദ പ്രസ്താവന. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്ന ചോദ്യത്തിന് അത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. പലസ്തീൻ രാഷ്ട്രം മാത്രമല്ല, ഒക്ടോബർ 7 എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവിടെ ഒരു പലസ്തീൻ രാഷ്ട്രമുണ്ടായിരുന്നു, അതാണ് ഗാസ. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിച്ചത്? ഹോളോകോസ്റ്റിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് അവർ നടത്തിയത്, നെതന്യാഹു പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. നെതന്യാഹുവിന്റെ വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെയാണ് അഭിമുഖം നടന്നത്. നെതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഗാസ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നല്ലോ. ഇസ്രയേലിനും സൗദി അറേബ്യയ്ക്കും ഇടയിൽ സമാധാനം സാധ്യമാണെന്ന് മാത്രമല്ല, അത് സംഭവിക്കുമെന്നാണ് താൻ കരുതുന്നത് എന്ന് നെതന്യാഹുവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു.
എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിയ സൗദി അറേബ്യ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുവരെ ഇസ്രയേലുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് അറത്തുമുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത് മാത്രമല്ല, ട്രംപിനുള്ള മറുപടിയും ഇപ്പോൾ സൗദി കൊടുത്തിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളെ അയൽ രാജ്യങ്ങളായ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കണം എന്നുള്ളതൊക്കെ ചിലരുടെ ദിവാസ്വപ്നം മാത്രമാണ് എന്നാണ് സൗദിയുടെ പ്രതികരണം. അറബ് രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഈ പ്രസ്താവനയെ പിന്തുണച്ച് രംഗത്തും വന്നിട്ടുണ്ട്. ഇസ്രയേലും പലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിലൂടെ ഗാസയെ അക്ഷരാർത്ഥത്തിൽ ഒരു തകർന്ന സ്ഥലമായി മാറ്റിയെന്നും അവിടെ ജനങ്ങൾക്ക് താമസത്തിന് സാധ്യമല്ലെന്നും അതിനാൽ അവരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞത് ട്രംപായിരുന്നു. ട്രംപിനുള്ള മറുപടിയായിട്ടാണ് സൗദി നിലപാട് വ്യക്തമാക്കിയത്. ഗാസയിലെ ജനങ്ങൾക്കായി അറബ് രാജ്യങ്ങളിൽ അമേരിക്ക ജനവാസ കേന്ദ്രങ്ങളും വീടുകളും നിർമ്മിക്കാമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. അവിടെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, പലസ്തീൻ അതോറിറ്റി, അറബ് ലീഗ് എന്നിവ ട്രംപിന്റെ ഈ ആശയത്തെ നിരാകരിച്ചു. ഈ പ്രവർത്തനങ്ങൾ മേഖലയുടെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുമെന്ന് അറബ് രാഷ്ട്രങ്ങൾ ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഇസ്രയേലിനും പലസ്തീനിക്കും ഇടയിലുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിൽ നീതിപൂർവവും സമഗ്രവുമായ സമാധാനം കൈവരിക്കാൻ ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് അറബ് രാജ്യങ്ങൾ പറയുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഇടങ്കോലിട്ടിരിക്കുന്നത്. പലസ്തീനികൾ ഗാസയിൽ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗാസയുടെ സമഗ്രമായ പുനർനിർമ്മാണ പദ്ധതിയിൽ സഹായിക്കാൻ അറബ് രാജ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലസ്തീനികളുടെ സ്ഥലം മാറ്റം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് വെളിപ്പെടുത്തിയത്. ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദിയും ഈ നീക്കത്തോടുള്ള തന്റെ രാജ്യത്തിന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അറബ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് ഗാസ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ, എല്ലാവർക്കും അനുയോജ്യമാകുന്ന ഒരു തീർപ്പുണ്ടാക്കാൻ ഓടി നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രയേൽ സൗദിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഗാസക്കാരെ എല്ലാവരെയും സൗദിയിലേക്ക് മാറ്റണം എന്നുള്ളത്. എന്നാൽ ഇതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ സൗദി സംസാരിച്ചിരിക്കുന്നത്. ഇതുമാത്രമല്ല, ട്രംപിന്റെ ഒരു കണക്കുകൂട്ടൽ കൂടിയാണ് ഇപ്പോൾ പിഴയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ അധികാരത്തിൽ ഇരുന്നപ്പോൾ ട്രംപ് ഇസ്രയേലിനെയും സൗദിയെയും തമ്മിൽ അടുപ്പിക്കാൻ വലിയ നീക്കം നടത്തിയിരുന്നു. ഇത്തവണ എത്തിയതോടുകൂടി തന്നെ വീണ്ടും അധികാരം കിട്ടിയപ്പോൾ ട്രംപ് കണക്ക് കൂട്ടിയത് ഇരുവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ചില കച്ചവട താൽപര്യങ്ങൾക്ക് നീക്കം നടത്താനുള്ള ശ്രമമായിരുന്നു. എന്നാൽ അതെല്ലാം പൊളിച്ചടുക്കുന്നതായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. നെതന്യാഹുവിന് മറ്റൊന്നും അറിയേണ്ടതില്ല. ഗാസ എങ്ങനെയെങ്കിലും കൈപ്പിടിയിൽ ഒതുങ്ങണം. അതുമാത്രമാണ് ഇസ്രയേലിന്റെ ആവശ്യം. അത് നേടിയെടുക്കാൻ നെതന്യാഹു ഏതറ്റം വരെയും പോകും, ആരെയും വെല്ലുവിളിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.